എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026. Lovers, Four of Pentacles, Queen of Wands, Page of Pentacles, Seven of Wands and Nine of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ബന്ധങ്ങൾ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ലൈഫിൽ പറയുകയാണെങ്കിൽ ചില സങ്കടങ്ങളോ അല്ലെങ്കിൽ ചില പ്രഷർ, സങ്കടം എന്നതിനപ്പോൾ കുറച്ച് സ്ട്രെസ്സ് കാര്യങ്ങളുണ്ടാവാം. അതൊഴിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടെ നിൽക്കാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആളുകളുണ്ട് എന്നുള്ളൊരു സന്തോഷമാണ്. നമ്മൾ വേറെ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായാലും നമ്മുടെ കൂടെ നിൽക്കാനോ നമ്മുടെ ചേർത്ത് പിടിക്കാനോ ചില ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ജീവിതം നമുക്കൊരു സന്തോഷം തരുന്നൊരു സാഹചര്യം നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ ഈ ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഈ ഒരു പ്രണയം, നിങ്ങളുടെ സൗഹൃദമായിരിക്കാം പിന്നീട് പ്രണയത്തിലേക്ക് മാറുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു പ്രൊഫൗണ്ട് കണക്ഷൻ നിങ്ങൾക്ക് ഇടയിലുണ്ട്. ഒരു സോൾമേറ്റ് ആണ് നിങ്ങൾ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ നല്ലൊരു ഫ്രണ്ട്സാണ്. അപ്പോൾ ഇത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പാണോ അതോ പ്രണയമാണോ, ആ ഒരു കണക്ഷനിലേക്ക് പോകുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ള കാര്യം കൂടിയിട്ടാണ്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ പല ആളുകളും പ്രണയത്തിലാകുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പലപ്പോഴും അനുവദിച്ചു കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് വളരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഇഷ്ടമാണ്. അപ്പോൾ അവർ ചെയ്യുന്ന പല പ്രവൃത്തികളും അതുകൊണ്ട് പല ബന്ധങ്ങളും ടോക്സിക് ആയിട്ടുള്ളൊരു ബന്ധമാണെങ്കിലും ആളുകളും മനസ്സിലാകുന്നില്ല, വിട്ടുപോകുന്നില്ല. കാരണം എന്തൊക്കെ ചെയ്തിട്ടും ദേ ലവ് മീ എന്നുള്ളത് ഒരു ചിന്തയാണ്. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾ ആ ഒരു പ്രണയവും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷവും അതോടൊപ്പം സെൽഫ് ലവ്, നിങ്ങളെ സ്നേഹിക്കാനും തുടങ്ങുന്നു. അപ്പോൾ അതായത് ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു എനർജി ഫീലിങ്ങിലേക്ക് നിങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അത് ആ ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലായിരുന്നത് കൊണ്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആകുന്നില്ല. നിങ്ങൾക്ക് മറ്റൊരാളെ പ്രണയിക്കുകയും സെൽഫ് ലവും അവിടെ രണ്ട് തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ്, ഈ റിലേഷൻഷിപ്പിൽ രണ്ട് തരം കാര്യങ്ങളും സംഭവ്യമാകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടൊരു പ്രതിസന്ധി എന്നുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രതിസന്ധി ആയിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ആഡംബരമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഫുഡ് വൺസ് ഇൻ എ വൈൽ ഇടയ്ക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വസ്ത്രം വാങ്ങിക്കാനോ ഒക്കെ ആ ഒരു രീതിയിലൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ 1,000 രൂപയുടെ വാങ്ങിക്കുന്നു, 10,000 രൂപയുടെ അല്ലെങ്കിൽ 5,000 രൂപയുടെ വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നതനുസരിച്ചാണ്. നിങ്ങളുടെ കയ്യിലുള്ള സാഹചര്യം അനുസരിച്ചിട്ട് എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധി എന്നുള്ളത് കാണുന്നില്ല. പക്ഷെ അത്യാഡംബരപരമായിട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ അതൊരു എൻ്റെ കയ്യിൽ അതിനനുസരിച്ച് പൈസ ഇല്ല എന്നുള്ളത് തോന്നലുണ്ടാവും. പിന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും, ചില സൗഹൃദങ്ങൾ, ചില വ്യക്തികളും അവരുടെ സാമ്പത്തികവും നിങ്ങളുടെ സാമ്പത്തികവും വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ക്രെഡിറ്റോ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇതുണ്ട്, പക്ഷേ അവരുടെ എല്ലാം ചിലപ്പോൾ ലോണായിരിക്കാം. അവരുടെ ലൈഫ് നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നുണ്ടാവില്ല. പക്ഷേ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഇന്നൊരാൾ ഇങ്ങനെയാണ്, നിങ്ങളുടെ അതേ പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ അതേ ജോലിയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ബാഹ്യമായിട്ട് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അതുപോലെ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ വളരെ താഴേക്കിടയിലാണ് എന്നുള്ളൊരു ചിന്തയിലേക്കായിരിക്കാം പോകുന്നത്. പക്ഷെ അവിടെ മറ്റൊരാളായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്റ്റെബിലിറ്റി ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്റ്റെബിലിറ്റി ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. യു ആർ ബിൽഡിങ് യുവർ ലൈഫ് കോയിൻ ബൈ കോയിൻ
അപ്പോൾ ഒരു മൊമെൻ്റ്, ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളൊരു ഇവാലുവേറ്റ് ചെയ്ത് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമാണ് വേണ്ടത്. നെഗറ്റീവ് ഫീലിങ്സ് സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ, അതായത് എനിക്കൊന്നുമില്ല എന്നുള്ളത് മനസ്സിൽ നിന്ന് മാറ്റി, അല്ലാത്ത പക്ഷം വളരെയധികം ഒരു മനസ്സിനൊരു സമാധാനവും സ്വസ്ഥതയും നിങ്ങൾക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ ക്യൂനോഫോൺസ് എനർജിയാണ്. പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, പാഷൻ നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ഉള്ള ഒരു കാര്യം, അതിൽ നിങ്ങളിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ജെലസി, ബീയിങ് അഫ്രൈഡ് ടു ടേക്ക് എ റിസ്ക്, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള വികാരങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മളെന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊക്കെ ഒരു അസൂയ പലർക്കും അത് അവർക്ക് അതിൻ്റെ പുറകെ പോവുക, അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ പുറകെ പോവാതിരുന്നാൽ മതി. വൺസ് ഇൻ എ വൈൽ ചില ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു തോന്നലോ ഒരു നെഗറ്റീവ് ഫീലിംഗ് വരാം. പക്ഷെ അത് അപ്പം തന്നെ നിങ്ങളത് മാറ്റുക, അല്ലെങ്കിൽ അപ്പം തന്നെ അതിലേക്ക് കൂടുതൽ അമിതമായിട്ട് ചിന്തിച്ച് അതിലേക്ക് പോകാതിരിക്കുക. ഈ പറയുന്ന ചെറിയൊരു അസൂയയോ ഒരു കുശുമ്പോ ഒക്കെ തോന്നുകയാണ് എങ്കിൽ സ്വാഭാവികമാണ്, മനുഷ്യരാണ് എന്നുള്ള ചിന്തയിൽ വരാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ അതിനെ എൻ്റർടൈൻ ചെയ്യാതിരിക്കാം. അതേപോലെ റിസ്ക് എടുക്കാനായിട്ട് ഭയപ്പെടുന്ന ഒരു രീതി, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്കുള്ള കഴിവ് പ്രദർശിപ്പിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിലൂടെ ഒരു വരുമാന മാർഗ്ഗം, അതായത് നിങ്ങളുടെ പാഷന് പുറകെ പോവാം. അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല, അതൊരു റിസ്ക്കാണ്, അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ജോലി നിർത്തി നിങ്ങളുടെ ആ ഒരു പാഷൻ്റെ പുറകെ പോകാമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു നാളുകളായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്, ഇതുവരെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ജോലി ഇല്ലാത്ത സമയം, ഒരു സാറ്റർഡേ സൺഡേയോ ജോലി ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ആ ഒരു പാഷന് വേണ്ടി ശ്രമിക്കുകയും നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്ത് വരുമ്പോൾ പതുക്കെ ജോലിയിൽ നിന്ന് മാറി ഇതിലേക്ക് പൂർണ്ണമായിട്ടും നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജിയാണ്. അതേപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ചെയ്യാണ് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്. പ്രോഗ്രസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ലൈഫിൽ. അപ്പോൾ പോസിബിലിറ്റീസ്, ചോയ്സസ്, നല്ലൊരു കംഫർട്ട് സോണിൽ നിന്ന്, നമ്മളെപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ എവിടെയാണോ അതിൽ തന്നെയാണോ തുടരുന്നത്. പക്ഷെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അഡ്വഞ്ചറസ് ആയിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ പലർക്കും പല ഇൻസെക്യൂരിറ്റീസ് കാരണം ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചോയ്സ് എടുക്കുക നിങ്ങൾ. യു നീഡ് ടു മേക്ക് എ ചോയ്സ് ടു റിയലി ഡു ദ തിങ്സ് ദാറ്റ് യു വോണ്ട് ടു ഡു. അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസ്ക് എടുക്കുക. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിന് ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരിടത്ത് ഇരിക്കുകയായിരിക്കും കംഫർട്ട് സോണിൽ. അതിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമാണ് നമുക്ക് റിസ്ക് എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പുതിയ കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഈ പറഞ്ഞ പോലെ പുതിയ റിസ്ക് എടുത്ത് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ സൗഹൃദങ്ങൾ, പുതിയ കണക്ഷൻസ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. 7 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ ഇതൊരു എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാർച്ച് മാസം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, പലരെ സംബന്ധിച്ചൊരു ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കാതെ പോകുന്നതെന്ന് വെച്ചാൽ ആഗ്രഹം നടത്താൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹങ്ങളുണ്ട്, ആരെങ്കിലും ഇത് കൊണ്ടെത്തരും എന്നുള്ള പോലെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വരുന്നില്ല. ഇപ്പോൾ ഇതിനൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയങ്കരമായിട്ടുള്ള ഫീലിംഗ് ഇത് ശരിയാവും, അതായത് ഉള്ളിലുള്ള ഭയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ആവാം. അപ്പോൾ ഈ തോന്നലുകളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ആക്ഷൻ എടുക്കുക. കുറച്ച് റിസ്കി ആയിരിക്കും, കുറച്ചല്ല അധികം ഭയം ഉണ്ടാവും. ആ ഭയമൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഒത്തിരി കടമ്പകൾ കടക്കേണ്ടി വരും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ ആ കടമ്പകൾ കടക്കുകയെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആ ഒരു എത്തേണ്ട സ്ഥലത്ത് എത്തുകയുള്ളൂ എന്നുള്ളത്. കാരണം ഇവിടെ 9 ഓഫ് സോർട്സ് എനർജിയാണ്. നിങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലൊന്നും നേടാൻ പറ്റുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇവിടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം, പ്രായമായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് 4 കാശ് സമ്പാദിക്കണം, ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. കൂടുതൽ ആലോചിച്ചാൽ കൂടുതൽ റിസ്ക്കുകളാണ്, കൂടുതൽ ടെൻഷൻസൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വ്യക്തമായിട്ട് ആലോചിച്ച്
അധികം സമയം കളയാതെ അമിതമായിട്ട് ചിന്തിക്കാതെ ആവശ്യത്തിന് ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഉണ്ട്. നിങ്ങളുടെ കോഴ്സ്, പുതിയ കോഴ്സ് സംബന്ധിച്ച് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഈ പറയുന്ന എല്ലാ എനർജിയും അമിതമായിട്ട് ചിന്തിച്ചാൽ നിങ്ങളത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവില്ല. ആവശ്യത്തിന് വേണ്ടത്രം ചിന്തിക്കുക, ഓവറാക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു മാസം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.